വേരിയബിൾ എന്താണെന്നുള്ള പറഞ്ഞു. വേരിയബിളിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ കൺവെൻഷൻ നമ്മൾ സ്നേക്ക് കേസും ക്യാമൽ കേസും ഒക്കെ പരിചയപ്പെട്ടു. അടുത്തായിട്ട് ഞാൻ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്. ഞാൻ x = 10 കൊടുക്കുകയാണ്. ഞാൻ പ്രിന്റ് x കൊടുക്കുകയാണ്. എന്താ നടക്കണം നോക്കാൻ. നമുക്കറിയാം വേരിയബിൾ എന്ന് വെച്ചാൽ പെട്ടിയാണ്. പെട്ടീൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാം. പെട്ടീനെ എവിടെ കണ്ടാലും ആ വാല്യൂ ആയിട്ടാണ് കാണാം. അപ്പോൾ x എന്ന് കണ്ടു കഴിഞ്ഞാൽ 10 എന്ന് വരാം, കുഴപ്പങ്ങളൊന്നുമില്ല, 10 എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ ഈ ഒരു വാല്യൂ നമ്മൾ പ്രോഗ്രാമറാണ് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത് പിന്നെ യൂസറായി മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. അതായത് ഈ വേരിയബിളിൻ്റെ വാല്യൂ പ്രോഗ്രാമർ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ഇവിടെ ഇൻപുട്ട് എന്നിട്ട് സാധനം ഓപ്പണിംഗ് ക്ലോസിംഗ് ഇട്ടു. ഇതേ ടൈപ്പ് സാധനമല്ലേ ഈ പ്രിന്റും. അതെ, രണ്ട് സെയിം ആണല്ലേ കാണാൻ. ഒരു പേരുണ്ട്, ഒരു പെട്ടിയുണ്ട്. പേരും പെട്ടിയുള്ള സാധനങ്ങൾ നമ്മൾ ഫംഗ്ഷനുകൾ എന്നാണ് വിളിക്കാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. നമ്മൾ പ്രിന്റ് പോലെ തന്നെ ഒരു സാധനത്തിനാണ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ ചെയ്തപ്പം പ്രോഗ്രാം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്തിനോ വേണ്ടിയിട്ട്. അതായത് ഇൻപുട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ യൂസർ എന്തെങ്കിലും സാധനം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നത് വരെ ആ പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഞാൻ എന്തെങ്കിലും ഒന്ന് ടൈപ്പ്, ഞാൻ 12 ടൈപ്പ് ചെയ്ത് എന്നിട്ട് എൻ്റർ കൊടുക്കുകയാണ്. കണ്ടോ 12 സ്ക്രീനിലേക്കാണ്. എന്താ സംഭവിച്ചത്? ഇൻപുട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ യൂസർ ടൈപ്പ് ചെയ്യുന്നത് വരെ പ്രോഗ്രാം വെയിറ്റ് ചെയ്ത് നമ്മൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് ആ ടൈപ്പ് ചെയ്ത വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത വാല്യൂ എത്രയാണ്? 12. ആ 12 നമ്മൾ എക്സിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് പിന്നെ പ്രിന്റ് എക്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? 12 സ്ക്രീനിലേക്ക്. അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാണ്, ഇതേപോലെ തന്നെ വൈനെയും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് 12 കൊടുക്കുകയാണ്. വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കാം. എന്താ വീണ്ടും വെയിറ്റ് ചെയ്യുന്ന കാര്യം, ഇവിടെ വീണ്ടും ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ വീണ്ടും വെയിറ്റ് ചെയ്യണം. അപ്പം വൈയിലേക്ക് എന്തെങ്കിലും സാധനം കൊടുക്കണം. ഞാൻ 5 കൊടുക്കണം. ഓക്കെ, അപ്പം എക്സിലേക്ക് വെയിറ്റ് ചെയ്തെന്ന് നമ്മൾ എന്ത് കൊടുത്തു? 12 കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 12. വൈയിലേക്ക് വെയിറ്റ് ചെയ്തെന്ന് വൈയിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു? 5 കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രിന്റ് എക്സ് ആ കൊടുത്തത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 12 വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ പ്രോഗ്രാം ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ സൈഡിലോ കമ്പ്യൂട്ടറിൻ്റെ സൈഡിലോ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സും വൈയും ഇങ്ങനെ ഇവിടെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഇതിങ്ങനെ എംപ്റ്റി ആയിട്ടുള്ളത്. യൂസറിന് എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. അതായത് ഇപ്പം നമുക്കറിയാം ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്, വൈൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്, നമുക്കറിയാം. പക്ഷേ ഇത് ഒരു യൂസർ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ഇത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അയാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. അപ്പോൾ പ്രിന്റിൻ്റെ ഉള്ളിലേക്ക് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീനിലേക്ക് വരൂലേ. അതേപോലെ ഇൻപുട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് കൊടുക്കണം. കോഡ്സിൻ്റെ അകത്തായിട്ട് നമ്മൾ സ്ട്രിങ് ആണല്ലോ, മെസ്സേജ് പേരൊക്കെ സ്ട്രിങ് ആണല്ലോ. അപ്പോൾ കോഡ്സിനകത്തായിട്ട് കൊടുക്കണം. എന്നിട്ട് എന്താണ് എൻ്റർ എക്സ് എന്ന് പറയുകയാണ്. എൻ്റർ എക്സ്. ഓക്കെ, ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പം കണ്ടോ കുറച്ചും കൂടെ മനസ്സിലാവാണ്ട് യൂസറിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എക്സിൻ്റെ വാല്യൂ 12 കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത വൈൻ്റെ നമ്മളൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാലിയായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 5 കൊടുക്കുകയാണ്. സാധനം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കാം. ഇവിടെ ഒരു കോളനൊക്കെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കാണാനുള്ള ഒരു അസ്തറ്റിക് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തു, എക്സിൻ്റെ വാല്യൂ വാങ്ങി, അതേപോലെ വൈൻ്റെ വാല്യൂ വാങ്ങി. അപ്പോൾ നമ്മളിന്ന് ഒന്നുകൂടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോഗ്രാം നല്ലൊരു ആസ്തറ്റിക് ആയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ നമ്മൾ 12 കൊടുത്തു, വൈൻ്റെ വാല്യൂ നമ്മൾ 5 കൊടുത്തു. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് പകരം എന്താണ് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കൂട്ടിയിട്ടാണ് പ്രിന്റ് ചെയ്യണം. അത് എക്സ് കൂട്ടണം വൈ. നമ്മൾ റൺ ചെയ്യാണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമ്മൾ എത്ര 10 കൊടുക്കുകയാണ്, വൈൻ്റെ വാല്യൂ 15 കൊടുക്കുകയാണ്. അപ്പോൾ 10 15 കൂട്ടിയിട്ടോ റിസൾട്ട് വന്നത് എന്താ 1015. അതെന്താ സംഭവിച്ചത്? അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഇതാണല്ലോ. നമ്മൾ കീബോർഡിൽ എന്തെങ്കിലും എൻ്റർ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കിട്ടിയ സാധനം ആ പെട്ടിയിലോട്ട് ഇട്ട് വെക്കുന്നത്. ഈ പെട്ടിയിലോട്ട് ഇട്ട് വെക്കുന്ന സാധനം ഡീഫോൾട്ട് ആയിട്ട് കോഡ്സിനകത്തായിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ 10 നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ശരിക്കും 10 ഈ 10 അല്ല, ഇതിനകത്തെന്താണ് ഈ 10 ആണ്. അതേപോലെ ശരിക്കും 15 ഈ 15 അല്ല, ഇതിനകത്തെന്താണ് ഈ 15 ആണ്. അപ്പോൾ ഈ 10ഉം ഈ 15ഉം സ്ട്രിങ്ങുകളാണ്. അതായത് നമ്മളെ മെസ്സേജ് ഒക്കെ പോലത്തെ സാധനം, പേരൊക്കെ പോലത്തെ സാധനം. അപ്പം ഈ സ്ട്രിങ്ങുകളുടെ പ്രത്യേകത, ഈ സ്ട്രിങ്ങുകളുടെ കൂടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിനെ ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് തരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ റൺ ചെയ്യുമ്പം തേങ്ങ കൊല എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് തേങ്ങാക്കൊല എന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെ എന്തായത് 10 + 15 1015 ആയി മാറിയത്. അതായത് ഈ ഇൻപുട്ടിൽ നിന്ന് കിട്ടിയ സാധനം എന്തായി 10 എന്നുള്ളത് കോഡ്സിലാണ് വന്നത്. അതേപോലെ ഇവിടെ വൈ ഇൻപുട്ടിനകത്ത് നമ്മൾ വാങ്ങിയ സമയത്ത് 15 എന്നുള്ളത് അതും കോഡ്സിലാണ്. അപ്പോൾ 10 15 കൂട്ടി 1015 ആണ് വരുന്നത്. അത് നമുക്ക് എങ്ങനെയും കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഒന്നുമില്ല എന്ത് ചെയ്യാം, ഇവിടെ കൂട്ടുന്ന സമയത്ത് നമ്മൾ എക്സിനെ നേരെ കൂട്ടാണ്ട് ഇൻഡിജർ ഓഫ് എക്സ് എന്ന് പറയാം, വൈനെ നേരെ കൂട്ടാണ്ട് ഇൻഡിജർ ഓഫ് വൈ എന്ന് പറയാം. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇത് എക്സിനെ അല്ല എടുക്കേണ്ടത്, അതിന് ഇൻഡിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അതായത് എന്താക്കാണ് ഈ 10 എന്താക്കാണ് നമ്മൾ ഈ 10 ആക്കി മാറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ 15 എന്താക്കാണ് നമ്മൾ ഈ 15 ആക്കി മാറ്റാണ്. അതിന് നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെട്ടിയിൽ അങ്ങോട്ട് പൊതിഞ്ഞേക്കും. ഇനി നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം.
10ഉം 15 25 വരുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനത്തിന് തന്നെ എന്ത് ചെയ്യാണ്, ഇന്ത്യൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടതിന് ശേഷം മാത്രം നമുക്ക് എക്സിലോട്ട് സേവ് ചെയ്താൽ മതി. അതായത് ഇവിടെ വൈനെ കിട്ടുമ്പോൾ വൈനെ ഇന്ത്യൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടതിന് ശേഷം മാത്രം വൈയിലോട്ട് സേവ് ചെയ്താൽ മതി. അതായത് ഇവിടെ നിന്ന് കിട്ടും, അവിടെ 10നെ കിട്ടും. അപ്പോൾ 10നെ ഇവിടെ ഇങ്ങനെ 10നെ കിട്ടും. അങ്ങനെ ഇൻഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്താവും, ഇത് വെറും 10ആയി മാറും. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും, നമ്മളെ വൈൻ്റെ വാല്യൂ നമ്മൾ 15 കൊടുക്കും, 15 ഇങ്ങനെ കിട്ടും. ആ 15നെ ഇത് മൊത്താക്കിയിട്ട് മാറ്റുന്ന സമയത്ത് സാധാ 15ആയി മാറും. 2 ഇവിടെ തന്നെ കൊടുത്തു, അത്രേ ഉള്ളൂ. വ്യത്യാസം വേറൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ഉപയോഗിക്കാനും കുഴപ്പമില്ല. ഇപ്പം ഞാൻ 5 ആളും 11 സാധനം മറക്കാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡിജർ ആയിട്ട് മാറ്റണം, നിങ്ങൾക്ക് ഫ്ലോട്ട് ആയിട്ട് അഥവാ പോയിന്റുള്ള സംഖ്യ ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്ലോട്ട് ആയിട്ട് മാറ്റാം. എന്നിട്ട് റൺ ചെയ്താൽ മതി. ഇപ്പം ഞാൻ 5 10 15.0 എന്ന് കാണാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ന്യൂമറിക്കൽ ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് കൺവേർട്ട് ചെയ്യണം പെട്ടിയിലേക്ക് സേവ് ചെയ്യുന്നതിന് മുമ്പ്.